അങ്ങനെ ബ്ലഡി ക്രിമിനൽസിന്റെ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വായെന്ന് തുറന്നിരിക്കുകയാണ്. അതായത് ഞങ്ങൾ സിദ്ധാർത്ഥിനെ പൈശാചികമായും ക്രൂരമായും ഉപദ്രവിച്ച SFIക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കില്ല, അവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തല്ലോ. ഇനി SFIയെ സംരക്ഷിക്കുന്ന തരത്തിൽ പുറമെ എന്തെങ്കിലും കാണിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കും, 8 നിലയിൽ പൊട്ടുമെന്ന് പിണറായിക്കും ഗോവിന്ദനുമൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പുതിയ തീരുമാനവുമായി രംഗത്തെത്തിയത്. അതായത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെ കണ്ണിലും പൊടിയിടണം, എന്നിട്ട് അടിയിൽക്കൂടെ SFIയെ സംരക്ഷിക്കുകയും ചെയ്യണം. ആരും കാണാതെ മറഞ്ഞു നിന്നുകൊണ്ട് SFIയുടെ നേതാക്കളെയൊക്കെ സംരക്ഷിക്കണം. അതിന് ആർഷോയെ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് മാധ്യമങ്ങളുടെ കണ്ണിലും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലും കണ്ണിൽ പൊടിയിടാനായി ഞങ്ങൾ SFIക്കാരെ സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവരെ ആരെയും ഞങ്ങൾ വെള്ളം പൂശില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്സ്യൂളുമായി ഗോവിന്ദൻ മാമൻ രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകളായി കാണാനില്ലായിരുന്നു. പെട്ടെന്ന് ഈ പൊട്ടിമുളച്ചത് തിരഞ്ഞെടുപ്പ് അടുത്തു. വോട്ട് തേടി ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ മറുപടി പറയാനൊരു മറുപടി വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ സെക്രട്ടറി തന്നെ, പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതേ നിലപാടാണ് എന്നിനി ഓരോ മത്സരാർത്ഥിയും, ഇനി ഓരോ സ്ഥാനാർത്ഥിയും ഓരോ വീടുകളിൽ ചെന്ന് കയറി ഇറങ്ങുമ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയാനുള്ള ക്യാപ്സ്യൂളാണ് തയ്യാറാക്കി കൊടുത്തത്. അതായത് ആ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CPM ആരെയും സംരക്ഷിക്കില്ലത്രേ. കേസിലെ പ്രതികൾ SFI ആയാലും മുഖം നോക്കാതെ നടപടിയെടുക്കും, സംഭവത്തിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് SFI പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പേരിൽ SFIയെ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും മാധ്യമങ്ങൾ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നും ഗോവിന്ദൻ പറയുന്നു. അതേസമയം സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി അധികൃതർ സസ്പെൻഡ് ചെയ്തു എന്നാണ് വിവരം. സിദ്ധാർത്ഥ മർദ്ദനമേൽക്കുമ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. മർദ്ദന വിവരം അധികൃതരെ അറിയിക്കാതിരുന്നതിനെ തുടർന്നാണ് സസ്പെൻഷൻ. സംഭവ സമയം ഹോസ്റ്റലിലുണ്ടായിരുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു. അതായത് ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തി. പിണറായിയാണ് ഇവിടത്തെ മുഖ്യമന്ത്രിയെങ്കിലും പിണറായി എടുക്കേണ്ട പല തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കുന്നത് ഗവർണറാണ്. ഇരട്ടച്ചങ്കനായി ഗവർണർ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി. സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയോട് അവരുടെ കണ്ണുനീരൊരിക്കലും തോരില്ല, പക്ഷേ ഒരു ചെറിയ ആശ്വാസത്തിനെങ്കിലും അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മകനെ ഇല്ലാതാക്കിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഏത് ശിക്ഷയും അവർക്ക് വാങ്ങിക്കൊടുക്കുമെന്ന ഗവർണറുടെ വാക്ക്. പിണറായിയെയും ആർഷോയെയും ഗോവിന്ദനെയും ചില്ലറയൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്, ഭയന്ന് വിറച്ചിരിക്കുകയാണ് 3 പേരും. അതുകൊണ്ട് തന്നെ എങ്ങനെയും SFIയെയും സംരക്ഷിക്കണം, പക്ഷേ ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുകയും വേണം. അതുകൊണ്ട് SFIയെ സംരക്ഷിക്കില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആഭ്യന്തര മന്ത്രിയായ പിണറായിയുടെ പോലീസുകാരാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അവരിതുവരെ കൊലക്കുറ്റം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പ്രതികൾക്ക്. എന്നിട്ടാണ് ഈ വലിയ വർത്താനം ഗോവിന്ദൻ പറയുന്നത് എന്നുകൂടി ഓർക്കണം. SFIയെ തകർക്കാൻ ശ്രമം നടത്തുന്നുണ്ട്, അതാരും തകർക്കണ്ട, അവർ സ്വയം തകരാനുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോ കേരളത്തിലെ ജനങ്ങളോ അവരെ തകർക്കേണ്ട ഒരു ആവശ്യവുമില്ല. കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ SFIയുടെ തന്തമാരുടെ വക എന്ന് പറഞ്ഞിട്ടാണ് അവന്മാർ ഓരോ ചെറ്റത്തരങ്ങൾ ആ ക്യാമ്പസുകളിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഓരോ കുട്ടികളെ ശാരീരികമായും മാനസികമായും മർദ്ദിച്ച് പഠനത്തിൽ മിടുക്കരായവരെയും അച്ഛനമ്മമാർ ഓരോ ലക്ഷ്യത്തോടു കൂടി ഓരോ പ്രതീക്ഷയോടു കൂടി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ ഇല്ലാതാക്കി അവരെ ക്രൂരമായി മർദ്ദിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ന്യായീകരണവുമായി ഇവനൊക്കെ വരും. ഇവനൊക്കെ ക്യാമ്പസിൽ എന്താണ് ചെയ്യുന്നതെന്ന് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഗോവിന്ദൻ പറയുന്നു SFIയെ തകർക്കാൻ ശ്രമം നടത്തുന്നു എന്ന്. ആരും തകർക്കണ്ട, ആ ബ്ലഡി ക്രിമിനൽസുകളെ അവർ തന്നെ തകർത്തോളും. എന്തായാലും ഗവർണർ ഇടപെട്ടിട്ടുണ്ട്, ഗവർണർ അക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഗവർണർ പൂട്ടുമെന്ന് പറഞ്ഞാൽ SFIയെ പൂട്ടിയിരിക്കും, ഉറപ്പാണ്.